സ്കൂൾ ക്ലാസ് മുറി സമ്പൂർണ്ണ ഡിജിറ്റലാക്കുന്ന സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അടുത്ത അധ്യയന വർഷം തുടങ്ങും. പഠനം മുതൽ മൂല്യനിർണ്ണയം വരെ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിക്കുന്ന പദ്ധതി സ്കൂൾ മുതൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വരെ ഏകോപിപ്പിച്ചാണ് നടപ്പാക്കുക. പാഠ്യപദ്ധതികൾ അനുസരിച്ച് കുട്ടികൾ ഓരോ ക്ലാസ്സിലും ആർജിക്കേണ്ട പഠന നേട്ടം നിരീക്ഷിച്ച് അക്കാദമിക മികവ് ഉറപ്പാക്കിയാണ് ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും സാമൂഹ്യ വൈകാരിക തലവും പ്രത്യേക കഴിവുകളും കുടുംബ പശ്ചാത്തലവും ഉൾപ്പെടുത്തി ഡിജിറ്റൽ പ്രൊഫൈൽ തയ്യാറാക്കും. കൂടാതെ എല്ലാ പാഠങ്ങളുടെയും ഈ ഉള്ളടക്കം ലഭ്യമാക്കും. കുട്ടികൾക്ക് സ്വയം പഠിക്കാനാവുന്ന വിധം പോർട്ടലും വികസിപ്പിക്കും. കുട്ടികളുടെ പഠന നേട്ടവും പുരോഗതിയും അറിയാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അധ്യാപകർക്ക് പുറമെ രക്ഷിതാക്കൾക്കും ലോഗിൻ സൗകര്യം ഒരുക്കും. നിരന്തര മൂല്യനിർണ്ണയവും നിരീക്ഷണവും ഡിജിറ്റലാക്കും. കുട്ടികളുടെ സമഗ്ര പുരോഗതി കാർഡ് തയ്യാറാക്കും. പാഠഭാഗം പൂർത്തിയാക്കുന്നുണ്ടെന്ന് പോർട്ടൽ വഴി നിരീക്ഷിക്കും. വിദ്യാർത്ഥികളുടെ വിശകലന ശേഷി അളക്കാനുള്ള ചോദ്യ ബാങ്ക് ഓൺലൈൻ വഴി തയ്യാറാക്കാൻ നേരത്തെ ഒരുക്കം തുടങ്ങിയിരുന്നു. പിന്നോക്കമുള്ള കുട്ടികൾക്ക് പഠന പിന്തുണ ഉറപ്പാക്കാൻ അധ്യാപകർ മെന്റർമാരായി പ്രവർത്തിക്കും. എല്ലാ പ്രവർത്തനവും വിദ്യാഭ്യാസ വകുപ്പ് ഡാഷ്ബോർഡ് വഴി തത്സമയം നിരീക്ഷിക്കും. ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പദ്ധതി ഈ വർഷം തുടങ്ങാൻ തീരുമാനിച്ചെങ്കിലും മുന്നോട്ടു പോയില്ല. ഇനി ഫെബ്രുവരി ആദ്യവാരം മന്ത്രിസഭ പരിഗണിച്ച ശേഷം പദ്ധതി നിർവഹണത്തിലേക്ക് കടക്കാനാണ് ധാരണ.